ഒരു കാര്യം എനിക്ക് തീരെ താല്പര്യമില്ലാത്തതും ഇങ്ങനെ സംസാരിക്കുന്നവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉമ്മ പ്രശ്നം ഇപ്പൊ നമ്മള് ഭയങ്കര സീരിയസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ബിഗ് ബോസ് ആണെങ്കിൽ മിണ്ടുന്നില്ല, മരിച്ച മാതിരി കിടക്കാമെന്നുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അവരിങ്ങനെ തിരിച്ചും മറിച്ചും സൂം ചെയ്തിട്ട് ആ വീഡിയോസ് ഒക്കെ നോക്കിയായിരിക്കും വോട്ടെവർ. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു വിഷയമാണോ, അവർ ഹിന്ദി ബിഗ് ബോസ് ആയിട്ട് കമ്പയർ ചെയ്ത് ഹിന്ദിയിൽ ഇതിൽ കൂടുതൽ നടക്കണോ, ഇത് അവരെ കിടന്ന് നമുക്ക് റേറ്റിംഗ് കൂടട്ടെ എന്നുള്ള രീതിയിൽ നടക്കുകയായിരിക്കും. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, ഇവിടെ നമ്മുടെ ജിഷിനും മറ്റേ പുള്ളി ഉണ്ടല്ലോ ഇപ്പൊ പുതിയതായിട്ട് കയറിയ വൈൽഡ്, അപ്പൊ അവർ രണ്ടുപേരും കൂടെ ഒന്ന് സംസാരിക്കുന്ന കോൺവെർസേഷന്റെ ഇടയില്, സംസാരം കോൺവെർസേഷൻ ഒന്നാണല്ലോ അല്ലേ, സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞ ഒരു ടോപ്പിക്, അതായത് ആര്യൻ പറഞ്ഞു അത്ര അനു കുറെ ആയിട്ട് എന്നെ വളയ്ക്കാൻ നോക്കുന്നു. ഈ 2025 എന്നിട്ടും ഒരുമാതിരി എന്തൊന്നും വളയ്ക്കാൻ നോക്കുകയായിരുന്നു. അപ്പൊ അത് പറ്റാഞ്ഞിട്ടാണ്, ഞാൻ ഗിസേലായിട്ട് കമ്പനി ആയതിന്റെ അസൂയാണ്. അപ്പൊ തന്നെ പിന്നെ അവിടെ നിന്ന് പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്, അനു പുറകെ നടക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. സീസൺ 5 ഉണ്ടായിരുന്നു ഈ വളയ്ക്കാൻ നോക്കുകയായിരുന്നു, പുറകെ നടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഇത്രയും ഭയങ്കര ഒരു ലോ ആയിട്ട് തിങ്ക് ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇഷ്ടം തോന്നിയാൽ പോയി ഇഷ്ടം പറയാ, പറ്റില്ലെങ്കിൽ തിരിച്ചു പോരാ, ആ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ വളച്ചു ഒടിച്ച് കയ്യിലാക്കി അങ്ങനത്തെ ഒരു മെത്തേഡൊക്കെ കാണിക്കുന്നുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആൻഡ് അനുവിടെ പറയുന്നുണ്ട്, ഇത് ഇവിടെ എക്സാക്ട്ലി നടന്ന സംഭവം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അനു അവിടെ പറഞ്ഞിട്ടുമുണ്ട് അനിയനെ പോലെയാണ്, അങ്ങനത്തെ ഒരു ലവ് ട്രാക്കും സംഭവം പുറകെ നടക്കുന്നതായിട്ടൊന്നും ഞാൻ അനുവിലും ആരിലും കണ്ടിട്ടില്ല, ഗിസയിലും ഞാൻ കണ്ടിട്ടില്ല, അവിടെ ആർക്കും ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ബിന്നെയൊക്കെ ഒരു ഡോക്ടറല്ലേ, എന്നിട്ട് എനിക്കും വളയ്ക്കാൻ മാതിരി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവര് തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു. പെട്ടെന്ന് സൈത്യം പറയണ്ടായിരുന്നു, പെട്ടെന്ന് അറ്റൻഷൻ ഗിസയിലോട്ട് മാറിയപ്പോൾ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണെന്നുള്ളത്. അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഭയങ്കര ചീപ്പ് സ്ട്രാറ്റജി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ആര്യനും ഗിസയിലും പുറത്ത് ലൈഫ്, അവർക്ക് മാത്രമല്ല അതിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും പുറത്ത് ലൈഫുണ്ട്, കുടുംബമുണ്ട്, കുടുംബക്കാരുണ്ട്. അപ്പൊ ബിന്നെ ഇങ്ങനെ പറയുമ്പോൾ അനുവിന് പുറത്ത് ലൈഫില്ലേ, അപ്പൊ അനുവിനെ പറ്റിയിട്ട് ആരും ചിന്തിക്കുന്നില്ലേ, വളയ്ക്കാൻ നോക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു വളയ്ക്കാൻ മാത്രമുള്ള എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതിനൊക്കെ വട്ടം കയറുകയാണ്. ഇവിടെ വിഷയം ഉണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോൾ ഈ സാധനം നേരത്തെ കണ്ടിട്ടുണ്ട്. അനുമോളിന് എവിടെ എന്തൊരു ക്ലിൻഡമോണിക്ക സംശയം തോന്നിയിട്ടുണ്ട്. മസ്താനി വന്നിട്ട് ഈ സാധനം പുതപ്പിന്റെ ഉള്ളിലെ ടോപ്പിക് എടുത്തിടുകയും കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അനുമോളിന്റെ ഉള്ളിൽ ലഡു അറഞ്ചം പുറഞ്ചം പൊട്ടിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ കണ്ടത് സത്യമാണോ, അപ്പൊ അതാണോ, പുതപ്പിന്റെ ഉള്ളിൽ അത് മാത്രമേ നടക്കുള്ളൂ. അപ്പൊ ആ ഒരു കുല വന്നിട്ട് ഭയങ്കരമായിട്ട് പൂത്തുലഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഈ സാധനം ഇവിടെ പൊട്ടിച്ചത്. അപ്പോൾ അങ്ങനെ അത്രയും ഒരു പെർഫെക്റ്റ് അല്ലെങ്കിൽ അത്രയും ഒരു ഇതൊന്നും ഇവിടെ നടക്കില്ല എന്നുള്ളൊരു ആളാണെങ്കിൽ അനുവിനെ തിരിച്ച് ഈ ആരും വിളിക്കുന്നവരെ വെയിറ്റ് ചെയ്യില്ല, സ്പോട്ടിൽ തന്നെ ആ കിറ്റ് എവിടെ നിന്ന് ചോദിക്കാൻ പോണ സമയത്ത് തന്നെ പോയി നീ എന്താണ് ഇവിടെ ഉമ്മശ് കളിക്കായിരുന്നു എന്ന് അനുവിന് സ്പോട്ടിൽ ചോദിക്കായിരുന്നു. ക്യാമറ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ആര്യന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ക്യാമറ അവിടെ ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് അതുകൊണ്ടൊന്നുമല്ല, ലൈക്ക് വളച്ചിട്ട് വളയാത്തോണ്ടാന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ഫാക്ട് ഒന്നും എനിക്ക് തോന്നുന്നില്ല. മസ്താനി വന്നിട്ട് ഈ പുതപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ അനുവിന്റെ ഉള്ളിലെ തോന്നൽ സത്യമാണെന്നുള്ളൊരു സാധനത്തിനെ റീച്ച് ആക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഈ ടോപ്പിക് അവിടെ എടുത്തിട്ടിരിക്കുന്നത്. അല്ലാതെ അനുവിനോട് ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ ലാലേട്ടനും ബിഗ് ബോസ് ഒക്കെ ചോദിക്കേണ്ട മാതിരി കറ തീർത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ബബ്ബ അടിക്കും. കാരണം ഇപ്പൊ ഈ പറയുന്ന പല സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളും ലാലേട്ടൻ വരുമ്പോ അവസാനം എന്ത് ചെയ്യും, ഒരു സോറി അങ്ങോട്ട് പറയും. ഈ ഒരു സീസണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റും ഇല്ല. ഇവർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു എത്തിക്കില്ലേ ഈ പറഞ്ഞ മാതിരി. ലൈക്ക് ഇപ്പൊ ഈ ഉമ്മച്ച കേസാണെങ്കിലും അല്ലെങ്കിൽ വളയ്ക്കാൻ നോക്കിയിട്ട് നടക്കാത്തോണ്ട് റിവെഞ്ച് കാണിക്കുന്നു. ഇതൊക്കെ ഭയങ്കര ചീപ്പാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെയും ഇവരൊക്കെ ഇരുന്ന് ആര്യനൊക്കെ ഒന്ന് വളയ്ക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല, ഗിസയിലായിട്ട് സംസാരിച്ചുകൊണ്ടാണ്, ഓവർ അറ്റൻഷൻ കൊടുത്തോണ്ടാണ്, അപ്പൊ അതിൻ്റെ ഉള്ള അവളുടെ ഒരു കുശുമ്പാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇത്രയ്ക്ക് ചീപ്പാണോ അതിൻ്റെ ഉള്ളിലെ ആൾക്കാരുടെ ചിന്താഗതി? എന്നിട്ട് 2025 എന്നുള്ള ഒരു കാലഘട്ടത്തിൽ ഇത്രയും ചീപ്പായിട്ട് ഇത്രയും ഇടുങ്ങിയ ചിന്താഗതിയായിട്ട് സംസാരിക്കുന്നവരാണോ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത്? ഇപ്പൊ ഉമ്മ വെച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ ചോദിക്കാനാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഞാൻ തിരിഞ്ഞു പോയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നില്ല ലിറ്ററലി. അപ്പൊ ഈ വക കാരണങ്ങൾ കൊണ്ടല്ല, മസ്താനി വന്ന ആദ്യം ടോപ്പിക് എടുത്തിട്ടു, അപ്പൊ അനുവിന് കയറി കൊളത്തി, അനു കയറി സംസാരിച്ചു. അതാണ് മസ്താനിയുടെ വാക്കുകളല്ല മസ്താനിയോടെ സംസാരിക്കുന്നത്, അനുവിന്റെ വാക്കുകൾ മസ്താനിയോടെ സംസാരിക്കുന്നുണ്ട്. ഇതിനൊരു വിഷയം വരുമ്പോൾ മസ്താനിയുടെ സ്വഭാവം കാണിച്ച് എനിക്കറിയില്ല അവൾ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെ തോന്നിയെന്നും പറഞ്ഞ് കൈ ഒഴിഞ്ഞിട്ട് മിക്കവാറും ഈ അനു തന്നെയായിരിക്കും പെടാൻ പോകുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഈ അനു ആണ് വളയ്ക്കാൻ നോക്കിയെന്ന് അവര് പറയണ കേട്ടു എന്നൊക്കെ പറഞ്ഞ കരഞ്ഞ അലമ്പാക്കി അവിടെ മൊത്തം പ്രശ്നമായേനെ. സോ കണ്ടു എന്ന് പറയുന്ന കാര്യത്തിന് 101% ക്ലാരിറ്റി വേണം.
അടച്ചു വച്ചിരിക്കുന്ന പുതപ്പ് അല്ലെങ്കിൽ അടച്ചു വച്ചിരിക്കുന്ന തുണിയുടെ അടിയില് സ്വർണമാണ് എന്നുള്ളത് അനു കണ്ടിരിക്കണം അത് സ്വർണമാണെന്നുള്ളത്. അല്ലാതെ അത് സ്വർണമായതുകൊണ്ടല്ലേ അടച്ചു വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ തെറ്റാ.